വീണ്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ് ശശി തരൂർ. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉത്തരവാദിത്വം മറന്നു പെരുമാറുന്നു എന്നുള്ളതാണ് വിമർശനം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും ശശി തരൂർ വിമർശിക്കുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ശശി തരൂർ വീണ്ടും എന്ന് നമ്മൾ പറഞ്ഞു തന്നെ വിരസതയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സ്വയം വിമർശനം കൂടിയാണ് തരൂരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിരന്തരം നമ്മൾ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ പാർലമെന്റിൽ ഉണ്ടാകുന്ന ബഹളത്തിൽ മുങ്ങിപ്പോകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെയും. എവിടെ, എങ്ങനെയാണ്, എന്താണ് തരൂർ പറയാൻ ഉദ്ദേശിക്കുന്നത്? അക്ഷയ, തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ ഇവിടെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ലേഖനം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പാർലമെന്റിനകത്ത് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ ബഹളമുണ്ടാക്കി ഈ ചർച്ചകളെയും അതുപോലെ സഭാ നടപടികളും തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം തുടരുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ UPA സർക്കാരിന്റെ കാലത്ത് BJP നടത്തിക്കൊണ്ടിരുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും ശരിയല്ല. അവിടെ നഷ്ടം ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണെന്നുള്ള കാര്യം തരൂർ ആവർത്തിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ചോദ്യോത്തര വേളയും ശൂന്യവേളയും അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിനെ, കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താൻ സാധിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല പ്രതിപക്ഷം എന്നുള്ള കാര്യമാണ് വിമർശനമായി ശശി തരൂർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നിയമനിർമ്മാണം അത് സഭയിൽ ഏകപക്ഷീയമായി നടക്കുന്നു. നിയമങ്ങൾ കൊണ്ടുവന്ന് അത് പാസാക്കി അത് പ്രഖ്യാപിക്കാൻ അറിയിക്കാനുള്ള വെറും ഒരു നോട്ടീസ് ബോർഡായി മാത്രമാണ് ഇപ്പോൾ സഭയെ കാണുന്നത്. അത്തരത്തിൽ ഭരണപക്ഷം NDA സർക്കാർ ഏകപക്ഷീയമായി ഈ നിയമങ്ങൾ അത് പാസാക്കി കൊണ്ടുപോകുന്നു. അവിടെ ചർച്ചയുണ്ടാകാനോ അതല്ല പ്രതിപക്ഷത്തിന് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയാണ്. ഇതിനെല്ലാം കാരണക്കാരാകുന്നത് പ്രതിപക്ഷം തന്നെയാണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ പാർലമെന്റിന് ഇപ്പോഴുള്ള ആ ഒരു പ്രാധാന്യം അത് കുറയുന്നു എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പര ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധവുമായി പോലും പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്ന നടപടികളെ അത് താരതമ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് ശശി തരൂർ സംസാരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നെഹ്റുവായിട്ടടക്കം താരതമ്യം ചെയ്ത് ഒരു വാചകം കൂടി എഴുതിയിട്ടുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഇരുന്ന കാലത്ത് അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റിൽ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി പാർലമെന്റിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അവിടെ നരേന്ദ്രമോദിയെ കൂടി വിമർശിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ തരത്തിലും പാർലമെന്റിനകത്ത് ചർച്ച നടക്കാത്തതിലുള്ള അമർഷം ഇവിടെ ശശി തരൂർ കൃത്യമായി പ്രകടിപ്പിക്കുന്നു.